ഭൈമി കാമുകന്മാർ NSSനെ വട്ടമിടുന്നതിൽ BJPക്കും അല്പസ്വല്പം അങ്കലാപ്പില്ലാതില്ല. എന്നാൽ യഥാർത്ഥ നളനെ ദമയന്തി മനസ്സിലാക്കും എന്നാണ് നള ദമയന്തി കഥയിലെ അരയന്നമായ BJPയുടെ പ്രതീക്ഷ. അയ്യപ്പ വിശ്വാസികൾ ഈ ഭൈമി കാമുകന്മാരെ പെട്ടെന്ന് മനസ്സിലാക്കും. കഥ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ഈ നള ദമയന്തി കഥയിൽ നളനെ കല്യാണം കഴിക്കാനിരുന്ന ദമയന്തിയുടെ മുമ്പിൽ ദമയന്തിയെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഈ യമൻ, ഇന്ദ്രൻ, വരുണൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പോയി നമ്മൾ പഠിച്ചിട്ടില്ലേ. അവസാനം ദമയന്തി പകച്ചുപോയി. ഒരു നളനല്ല, 6 നളൻ. ആ 6 നളന്മാരുടെ പേരാണ് ഭൈമി കാമുകന്മാർ. ഈ ഇടതുപക്ഷവും വലതുപക്ഷവും ഹിന്ദു വോട്ട് നേടാൻ വേണ്ടി ഹിന്ദു ഭൈമി കാമുകന്മാരായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥ നളനെ തിരിച്ചറിയാൻ നാട്ടിലെ ഹിന്ദുക്കൾക്കറിയാം. നളദമയന്തി കഥയിലെ അരയന്നം പോലെ കുണുങ്ങിപ്പോകും പെണ്ണെ പൂമിഴിയാളേ മലർമിഴിയാളേ. ദമയന്തി യഥാർത്ഥ നളനെ തിരിച്ചറിയാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദമയന്തിയോട് അശരീരി വന്നത് ഭൂമിയിലേക്ക് നോക്കൂ, കാലിലേക്ക് നോക്കാനാ. ആരുടെ കാലാണോ ഭൂമിയിൽ ചവിട്ടി നിൽക്കുന്നത് അതാണ് യഥാർത്ഥ നളൻ. ഇവനാണ് ഞങ്ങ പറഞ്ഞ നടൻ, ഇവനാണ് നടൻ, അതാണ് യഥാർത്ഥ നളൻ. ആരുടെ കാലാണോ, ഏത് സംഘടനയുടെ കാലാണോ, ഏത് പ്രസ്ഥാനമാണ് ശബരിമലയിൽ ചവിട്ടി നിന്നുകൊണ്ട് ശബരിമലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് നല്ല കഴിവുണ്ട്. വിശ്വാസികളും ഭക്തജനങ്ങളും ആരോടൊപ്പമാണെന്ന് പമ്പയിലും പന്തളത്തും നടന്ന അയ്യപ്പ സംഗമങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമത്തിൽ പമ്പാവാസൻ ഉണ്ടായിരുന്നില്ല, VN വാസന ഉണ്ടായിരുന്നു. പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമത്തിൽ പമ്പാവാസൻ ഉണ്ടായിരുന്നില്ല, VN വാസന ഉണ്ടായിരുന്നു. എന്നാൽ പമ്പാവാസൻ പന്തളത്തുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ഭക്തജനങ്ങളുണ്ടായി, അവിടെ വിശ്വാസികളുണ്ടായി, ഇവിടെ ആരും ഉണ്ടായില്ല. CPM എല്ലാം തീരുമാനിച്ചുറപ്പിച്ച മട്ടാണ്. സമുദായ സംഘടനകളെ അയ്യപ്പ സംഗമത്തിൽ എത്തിച്ചു. NSSന്റെ പിണക്കം മാറ്റി. സാംസ്കാരിക മന്ത്രി അമൃതാനന്ദമയ മഠത്തിലെത്തി മുന്നണിക്കുള്ള അനുഗ്രഹം വാങ്ങി. പലസ്തീൻ അംബാസഡറെ കോഴിക്കോട് എത്തിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത്ര വേഗം ഇത്രയും മാന്ത്രിക തൂവാലകൾ LDF ഒരേ സമയം പുറത്തെടുക്കുന്നത് കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് എതിരാളികൾ. ഇതെല്ലാം വോട്ടായി മാറുമോ എന്ന കാര്യം പക്ഷേ കണ്ടറിയേണ്ടത്. മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ ഈ തിരുമുന്നിൽ വന്നു നിന്നാൽ ഞാൻ അമ്പാടി പൈക്കിടാവ്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ദൈവമില്ല, അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു പോകും. എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പൊതിച്ച് ദൈവത്തെ തൊഴാൻ പോകും. മാതാ അമൃതാനന്ദമയി എന്ന ഇന്ന് ലോകമറിയപ്പെടുന്ന അമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ അമ്മയെ ഞങ്ങൾ ആദരിച്ചു. അമ്മ എല്ലാവരെയും ചുംബിക്കുമല്ലോ. ഉമ്മ കൊടുത്തു, എനിക്കൊരു ഉമ്മ തന്നു. എൻ്റെ അമ്മ എനിക്ക് തരുന്ന ഒരു ഉമ്മയുടെ യോഗ്യതയാണ് ഞാനത് കണ്ടത്. അതിനപ്പുറത്തേക്കൊന്നും കണ്ടില്ല. ഞാൻ അമ്മയ്ക്ക് ഷാൾ ഇട്ടിട്ട് ഞാനൊരു ചുംബനം അമ്മയ്ക്ക് കൊടുത്തു. നാട്ടിൽ പലർക്കും സഹിക്കാൻ പറ്റുന്നില്ല. അതിന് എഴുതി ഇങ്ങനെയുള്ള ദൈവത്തെ കാണാൻ പോയി. ശരി, ഇത് ദൈവമായിട്ട് ഞാൻ ആരോടും പറഞ്ഞില്ല. ദൈവമായിട്ട് എനിക്കറിയേണ്ട കാര്യം. ഞങ്ങളാരും അമൃതാനന്ദമയുടെ അവിടെ പോയി ഒരു ആലിംഗനത്തിൽ പെടാൻ പാടില്ല. ബാക്കി എല്ലാവർക്കും പറ്റും. അത് മനസ്സിൽ വെച്ചാൽ മതി. പറയുന്നുണ്ട്, പ്രവർത്തിക്കുന്നത് അതാണ് നമ്മുടെ ഇഷ്ടം. പറയാൻ മാത്രമേ പാടുള്ളൂ, ഒന്നും പ്രവർത്തിക്കരുത്.